എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 4-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 1-ാം തീയതി മുതൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചു. പകരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന EBG റാംജി പദ്ധതി 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇത് സംബന്ധിച്ച് പല ആളുകൾക്കും പല സംശയങ്ങളാണ്. അതിന്റെ വിശദമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ നിലവിലെ കാർഡിന്റെ പ്രാബല്യം തുടരും. പുതിയ പദ്ധതിയുടെ കാർഡ് ലഭിക്കുന്നതുവരെ KYC ചെയ്ത നിലവിലെ കാർഡുകൾ ഉപയോഗിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തി ദിനങ്ങൾ 100 ദിവസമായിരുന്നു എങ്കിൽ പുതിയ പദ്ധതിയിൽ അത് 125 ദിവസമാണ്. ഇതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത. കേരളത്തിലെ ദിവസവേതനം 401 രൂപയായി വർദ്ധിച്ചിട്ടുമുണ്ട്. അതേസമയം പദ്ധതിയുടെ കേന്ദ്രവിഹിതം പാടെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. നേരത്തെ 100% കൂലിച്ചെലവ് കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ 60% മാത്രമേ കേന്ദ്ര സർക്കാർ തരുകയുള്ളൂ. ബാക്കി തുക സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. 2012-ൽ മൻമോഹൻ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വതന്ത്ര വ്യക്തികളുടെ കർഷക ഭൂമിയിൽ ഭൂനികുതി രസീറ്റ് വെച്ച് അവർ അപേക്ഷ സമർപ്പിച്ചാൽ നിലമൊരുക്കൽ, കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ EBG റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടേത് അടക്കം കൃഷിഭൂമിയിലെ ഭൂവികസന ജോലികൾ അനുവദിക്കില്ല എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാനാകൂ. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ വ്യക്തിക്ക് വീട് നിർമ്മാണം പോലുള്ള പദ്ധതികൾക്കും അനുമതിയുണ്ട്. EBG റാംജി പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവർത്തികളുടെ കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവർത്തികൾ ചെയ്യേണ്ടി വരിക. അംഗനവാടി, ഗ്രാമീണ ആരോഗ്യ കേന്ദ്രം, വിശ്രമത്തിനായുള്ള പന്തൽ, സർക്കാർ സ്കൂളുകൾക്കും മറ്റും ചുറ്റുമതിലോ ശുചിമുറികളോ നിർമ്മിക്കൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി തുടങ്ങിയവ കരടിലുണ്ട്. കനാലുകളും ഓവുചാലുകളും വൃത്തിയാക്കൽ, മണ്ണിടിച്ചിൽ തടയൽ, ഭിത്തി, ചെറിയ തടയണ, തണ്ണീർത്തടം, കനാൽ, മഴക്കുടികൾ തുടങ്ങിയവയുടെ നിർമ്മാണം, കുഴൽ കിണർ പുനരുദ്ധാരണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വനവൽക്കരണം, കാട്ടുതീ തടയൽ, റോഡ് നിർമ്മാണം തുടങ്ങിയവയും പട്ടികയിലുണ്ട്. മാലിന്യ സംസ്കരണത്തിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളും കരടിലുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി മാറിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ രാജ്യത്തെ സെൻസസ് 2027-ന്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ മാസം 16 മുതൽ ആരംഭിച്ചിരുന്നു. ജൂൺ 16 മുതൽ 30 വരെ സെൽഫ് എനുമറേഷൻ ഓൺലൈനായി നൽകാനുള്ള സമയമായിരുന്നു. അത് തീർന്നിപ്പോൾ അതിനുശേഷം ഉദ്യോഗസ്ഥർ എനുമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 34 ചോദ്യങ്ങളാണ് അവരുടെ പക്കലുള്ളത്. ആ ചോദ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിവരം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു എനുമറേഷൻ പൂർത്തീകരിക്കാൻ കഴിയും. ഓൺലൈനായി സ്വന്തമായി ചെയ്തിട്ടുള്ള ആളുകൾക്ക് എനുമറേറ്റർ ID മൊബൈൽ ഫോണിലേക്കും ഇമെയിലിലേക്കും വന്നിട്ടുണ്ടാകും. ആ ID നമ്പർ മാത്രം അവരെ കാണിച്ചാൽ മതി. എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ട് എങ്കിൽ അത് അവരോട് പറഞ്ഞ് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഈ ഒരു തരത്തിലാണ്. ഒന്ന്, കെട്ടിട നമ്പറും വീട്ടു നമ്പറും. തറയുടെ തരം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിൽ മണ്ണ് കൊണ്ടാണ്, അതിൽ ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. മണ്ണ്, സിമൻറ്റ്, ടൈൽ, മാർബിൾ, മറ്റുള്ളവ. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അതിൽ ടിക്ക് ചെയ്യുക. ഭിത്തി. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഭിത്തിയുടെ തരം ഇഷ്ടിക, കോൺക്രീറ്റ്, മരം, മറ്റുള്ളവ. പിന്നെ മേൽക്കൂരയുടെ തരം കോൺക്രീറ്റ്, ഷീറ്റ്, ഓട്, മറ്റുള്ളവ. വീടിൻ്റെ ഉപയോഗം താമസം പ്ലസ് കട, വെറും, പിന്നെ കട, താമസം പ്ലസ് കട, പിന്നെ കട മാത്രം. ഇങ്ങനെയാണ്. പിന്നെ അടുത്ത ചോദ്യം, വീടിൻ്റെ അവസ്ഥ നല്ലത്, സാധാരണ നിലയിലുള്ളത് അല്ലെങ്കിൽ മോശം. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നൽകാം.
വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം ഇത്ര ആള് എന്ന് മാത്രമാണ് എഴുതേണ്ടത്. പിന്നെ അതിന് താഴെ പുരുഷന്മാർ ഇത്ര, സ്ത്രീകൾ എത്ര എന്നും കൂടി രേഖപ്പെടുത്തണം. മറ്റു വിഭാഗങ്ങൾ ഉണ്ട് എങ്കിൽ അതും രേഖപ്പെടുത്തണം. കുടുംബനാഥന്റെ പേര് രേഖപ്പെടുത്തേണ്ടതുണ്ട്. കുടുംബനാഥന്റെ ലിംഗം പുരുഷനാണോ സ്ത്രീയാണോ മറ്റുള്ളവരാണോ എന്നുള്ളതും രേഖപ്പെടുത്തണം. വിഭാഗം SC ST ആണോ അതോ മറ്റുള്ളവരാണോ എന്നും രേഖപ്പെടുത്തണം. വീട് സ്വന്തം നിലക്കാണോ വാടകക്കാണോ അതോ മറ്റു പല രീതിയിലുള്ള വീടാണോ എന്നുള്ളതും അടയാളപ്പെടുത്തണം. താമസിക്കുന്ന മുറികളുടെ എണ്ണം ഇതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം രേഖപ്പെടുത്തേണ്ടതുണ്ട്. കുടിവെള്ളത്തിന്റെ ഉറവിടം, അത് എങ്ങനെയാണോ നമുക്ക് കുടിവെള്ളം ലഭ്യമാകുന്നത്, ഒന്ന് പൈപ്പിൽ വെള്ളമാണോ, കിണർ വെള്ളമാണോ, ബോർവില്ലാണോ, മറ്റുള്ള രീതിയിലാണോ എന്നുള്ളതും രേഖപ്പെടുത്തണം. കുടിവെള്ളത്തിന്റെ സൗകര്യം, വീടിനുള്ളിൽ തന്നെ കുടിവെള്ളം ലഭ്യമാണ്, വീടിന് സമീപം അല്ലെങ്കിൽ ദൂരെ നിന്ന് കുടിവെള്ളം ശേഖരിക്കണം, അതിന് ദൂരെ എന്നും എഴുതിയിട്ടുണ്ട്, അതിലേതാണെന്ന് വെച്ചാൽ നൽകുക. വെളിച്ചത്തിന്റെ സൗകര്യം, വൈദ്യുതി, സോളാർ, മറ്റുള്ളവ, ഇവയിൽ ഏതാണെന്ന് വെച്ചാൽ നൽകുക. ശൗചാലയം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇതിൽ ഏതാണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക. ശൗചാലയത്തിന്റെ തരം, ഫ്ലഷ്, PT, മറ്റുള്ളവ. പിന്നെ ജലത്തിന്റെ സംവിധാനം, ഡ്രൈനേജ്, മലിനജല സംവിധാനം ഉണ്ടോ എന്നുള്ളതും ചോദ്യമാണ്. ഡ്രൈനേജ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. പിന്നെ കുളിമുറിയാണ്, കുളിമുറി ഉണ്ട് ഇല്ല, കുളിമുറി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അടുക്കളയിൽ LPG കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. പാചക ഇന്ധനം LPG അല്ലെങ്കിൽ വിറക്, ഇലക്ട്രിക്, മറ്റുള്ളവ, ഇവയിൽ ഏതൊക്കെയാണ് എന്ന് രേഖപ്പെടുത്താൻ. റേഡിയോ ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ടെലിവിഷൻ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ല. അതുപോലെ തന്നെ ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ല. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. സാധാരണ ഫോൺ, സ്മാർട്ട് ഫോൺ, ഇവയിൽ ഏതാണെന്ന് വെച്ചാൽ ടിക്ക് ചെയ്യാം. വാഹനങ്ങൾ, സൈക്കിൾ ഉണ്ട് ഇല്ല അല്ലെങ്കിൽ ബൈക്ക്, സ്കൂട്ടർ, അത് ഉണ്ട് ഇല്ല. കാർ, ജീപ്പ്, വാൻ, ഇവയിൽ ഉണ്ട് ഇല്ല. ഇവ ഇങ്ങനെ ടിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ പ്രധാന ഭക്ഷണം, അരി, ഗോതമ്പ്, മറ്റുള്ളവ. ഏറ്റവും താഴെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക. ഇതാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇതാണ് സെൽഫ് എനുമറേഷൻ. ഇതാണ് എന്യൂമറേറ്റർമാർ വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ രേഖപ്പെടുത്തിക്കോളും. നമ്മളായിട്ട് പൂരിപ്പിക്കേണ്ടതില്ല. നമുക്ക് സ്വന്തമായിട്ട് പൂരിപ്പിക്കാനുള്ള സമയമാണ് ജൂൺ 30 വരെ ഉണ്ടായിരുന്നത്. അന്ന് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആ ഒരു നമ്പർ ഇവർ വരുന്ന സമയത്ത് നൽകിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാ ആളുകളും എന്യൂമറേറ്റർമാരോട് സഹകരിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള BLO ഓഫീസർമാരായിരിക്കും മിക്ക എന്യൂമറേറ്റർമാരും. മാറ്റങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കുക. 2026 ജൂൺ മാസത്തെ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ച് ജൂലൈ 3-ാം തീയതിയോടുകൂടി വിതരണം അവസാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 രൂപയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു. കയ്യിൽ വിതരണം ഇപ്പോൾ പൂർണ്ണ തോതിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തെ പെൻഷനും ലഭിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 2ാമത്തെ മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനി നമുക്ക് കാത്തിരിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷനാണ്. 21-ാം തീയതിയാണ് കടമെടുപ്പ് വരിക. 22-ാം തീയതി, 23-ാം തീയതിക്കായിട്ട് പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് സാധ്യത. കൃത്യമായിട്ടുള്ള അറിയിപ്പൊക്കെ ആ ഒരു സമയത്ത് വരുന്നതാണ്. 23-ാം തീയതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം ജൂലൈ, ഓഗസ്റ്റ് സമയങ്ങളിലായിരുന്നു വാർഷിക മസ്റ്ററിംഗ് നടന്നിരുന്നത്. ഈ വർഷം അത് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത്? പെൻഷൻ മസ്റ്ററിങ്ങിന് സമയം ഉണ്ടാകില്ലേ, അത് മസ്റ്ററിംഗ് പ്രഖ്യാപിക്കില്ലേ, മസ്റ്ററിംഗ് ഒഴിവാക്കിയോ എന്നുള്ള നിരവധി സംശയങ്ങൾ പല ആളുകൾക്കുമുണ്ട്. അപ്പോൾ അതിനുള്ള പ്രത്യേക അറിയിപ്പ്, മസ്റ്ററിംഗ് കൃത്യമായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ്. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരം നടപടികൾ ഒഴിവാക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പെൻഷൻ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ പരിഷ്കരണം വരുത്തിയേക്കും. അർഹതാ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പല ആളുകൾക്കും ഭൗതിക കാരണങ്ങൾ കൊണ്ട് പെൻഷൻ ലഭിക്കാത്തതുണ്ട്. അതായത് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് കാറുണ്ടാവുക, AC ഉണ്ടാവുക, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുണ്ടാവുക, ഈ ഒരു കാരണം കൊണ്ടൊക്കെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. അതിൽ നിന്നൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പരിശോധിച്ച് അതിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് കൃത്യമായ ഏകദേശം ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ വീഡിയോ അപ്ഡേറ്റിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാൻ പറയുന്ന സമയത്ത് ചെയ്താൽ മതി. കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്താണ് നടന്നത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ മസ്റ്ററിംഗ് സമയമാണ് എന്ന് കരുതേണ്ടതില്ല. സർക്കാർ എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോഴായിരിക്കും മസ്റ്ററിംഗ് നടക്കുക. അപ്പോൾ ഇതാണ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത്. ജൂലൈ മാസത്തെ പെൻഷൻ ജൂലൈ 23 കൂടിയിട്ട് വിതരണം ആരംഭിക്കുന്നതാണ്. ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകാം.
കെട്ടിടനിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം 1 മാസത്തേത് വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ആർക്കെങ്കിലും ലഭിച്ചതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട്. നമ്മൾ നിരന്തരം ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടായിരിക്കാം. നമ്മുടെ നമ്പർ കാണുമ്പോൾ ഇനി മാറ്റി വെക്കുന്നതാണോ എന്നറിയില്ല. പ്രവാസി ക്ഷേമ ബോർഡിലേക്ക് വിളിക്കുമ്പോൾ ഇത് കിട്ടാത്ത അവസ്ഥയുണ്ട്. 2 മാസത്തേത് അവർക്കും കുടിശ്ശികയുണ്ട് എന്നറിയുന്നു. എന്തായാലും ഇതിന്റെ എല്ലാം പ്രതിസന്ധി തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെട്ടിടനിർമ്മാണ തൊഴിലാളികളുടെ കാര്യം പറയുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ കൂട്ടി അതേ പത്രസമ്മേളനത്തിലാണ് പിണറായി സർക്കാർ കുടിശ്ശികയുള്ള കെട്ടിടനിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് 27,000 രൂപ ഓരോ വ്യക്തിക്കും വെച്ച് കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ അത് കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. എന്നിപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് അതിലെന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും കെട്ടിടനിർമ്മാണ തൊഴിലാളികളുടെ കാര്യം വളരെയധികം പ്രയാസമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പെട്ടെന്നൊന്നും ലഭിക്കില്ല. അത് കുറച്ച് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള പഠനം നടത്തിയതിന് ശേഷം മാത്രമേ സർക്കാർ അത് വിതരണം ചെയ്യൂ. ഏറ്റവും സർക്കാരിന് വലിയ ബാധ്യതകൾ നിലവിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും, പരിശോധനകളും പഠനങ്ങളും നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും വീണ്ടും നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു വീഡിയോയിൽ ഞാൻ